ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് നാളായി കേട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയിരുന്ന സമയത്ത് ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വിചാരിക്കുന്ന പോലെ വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നിനും ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആയത്. അതുപോലെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് 250 രൂപേൻ്റെ കിറ്റും അതോടൊപ്പം തന്നെ കയ്യിലിപ്പം അവൈലബിൾ ആയിട്ടുള്ള പേസ്റ്റൽ ബീഡ്സ്, ഗ്ലൂ, ജാസ്മിൻ ബഡ്സ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാനിപ്പം പറഞ്ഞു ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്നെപ്പോലെ ഓരോ വീട്ടമ്മമാർക്ക് ആഗ്രഹം ഉണ്ടാവും സ്വന്തമായിട്ട് ഏൺ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു കുറച്ച് സമയം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കുറച്ച് സമയം കൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് തുടങ്ങാനുള്ള ആഗ്രഹം എല്ലാവരുടെ മനസ്സിലുണ്ടാവും. അതുപോലെ തന്നെയാണ് എൻ്റെതും. മാഷാഅല്ലാ, പക്ഷേങ്കിൽ ആ ഒരു സമയത്തുള്ള ആ ഒരു ആത്മവിശ്വാസമാണ് എനിക്കിപ്പം ഈ ഒരു വർഷമായിട്ടും തുടർന്നും ഈ ഒരു സംഭവം കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വിചാരിക്കുക നമുക്കത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. നമ്മളൊരു ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബിസിനസ് എന്താവട്ടെ, ഇപ്പം ഹെയർ ബാൻഡ് എന്നല്ല, ഏത് രീതിയിലുള്ള, ഇപ്പം വീട്ടിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങനെ തയ്യൽ മെഷീൻ അടിച്ചിട്ടും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ നമ്മളിങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഇങ്ങനെ ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ ജോലി ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത്. ആ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ആ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നുള്ളത് പിന്നെ 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് തന്നെ അങ്ങനെ തന്നെയാണ്. കാരണം ഞാനും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു പുതിയൊരു മോഡൽ ഹെയർ ബാൻഡ് കണ്ടു കഴിഞ്ഞാൽ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കാറില്ല. എന്തിനാലും അത് ശ്രമിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചും കൊണ്ട് തന്നെയാണ് ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, അതുപോലെ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിതെങ്ങനെയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമ്മൾ ഇതിനിടുന്ന റേറ്റ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പം എൻ്റെ കാര്യം തന്നെ പറയാം. ഞാനിപ്പം ഈ ഒരു ഹെയർ ബാൻഡ് ബിസിനസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട്. മാഷാഅല്ലാ, ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാരിലേക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഈ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ സ്ഥലം നോക്കിയിട്ട് മാത്രമല്ല കേട്ടോ വാങ്ങിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് ഈ ഓരോ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത്. അതിപ്പം റേറ്റിൽ മാത്രമല്ല, ക്വാളിറ്റി ആണെങ്കിലും ക്വാണ്ടിറ്റി ആണെങ്കിലും എല്ലാം നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങുന്നത്. അതുപോലെ നമ്മൾ ഓരോ ഹെയർ ബാൻഡും ഇടുന്ന റേറ്റ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പല തരത്തിലായിരിക്കും. കാരണം നമ്മൾ പല തരത്തിലുള്ള ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ ആണല്ലോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഹെയർ ബാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെത്ര മുതൽ, അതായത് നമ്മൾ എത്ര സാധനങ്ങൾ, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ടാണോ ഒരു ഹെയർ ബാൻഡ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്, അപ്പോൾ ആ ഒരു റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത ആ ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ ഒരു സമയം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനൊരു എമൗണ്ട് ഇടുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യം തന്നെ ഒരുപാട് എമൗണ്ട് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ആരും വന്ന് വാങ്ങിക്കത്തില്ല. അത് നമ്മൾ ചുമ്മാ വീട്ടിൽ തന്നെ വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഉണ്ടാക്കുന്ന ആ ഒരു ഹെയർ ബാൻഡ് നല്ല ക്വാളിറ്റി ഉള്ളതാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത് കസ്റ്റമർ വാങ്ങിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് നല്ല റിവ്യൂസ് കിട്ടുകയുള്ളൂ. അപ്പം നമ്മളെപ്പോഴും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് റേറ്റ് ഇടാതെ ഒരു മീഡിയം റേറ്റ്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സാധനത്തിൻ്റെതും പിന്നെ നമ്മൾ ഉണ്ടാക്കാനെടുത്ത് ആ ഒരു ടൈമും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു എമൗണ്ട് നമ്മൾ അതിന് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാനിപ്പം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് ഓരോ മെറ്റീരിയലും കാര്യങ്ങളും കളക്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടുന്ന സ്ഥാപനങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ല. ക്വാണ്ടിറ്റി കുറവാണെങ്കിലും ആ ഒരു സാധനത്തിൽ നല്ല ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ആൾക്കാർക്ക് കൊടുത്തതിന് നല്ല നല്ല റിവ്യൂ കിട്ടുന്നതും പിന്നെ വീണ്ടും നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നതും. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുക എന്നുള്ളതാണ്.